വിമാന ദുരന്തം എങ്ങനെ സംഭവിച്ചു? പൈലറ്റിൻ്റെ പിഴവോ സാങ്കേതിക തകരാറോ? പൈലറ്റിന് പിഴവ് പറ്റിയെന്നാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിമാനം പറത്തുമ്പോൾ പൈലറ്റ് സെഡ് ഗ്ലൂസിക്ക ഉറങ്ങിയിരുന്നു. ലാൻഡിംഗ് സമയത്ത് പെട്ടെന്ന് ഉണർന്നപ്പോഴുണ്ടായ പരിഭ്രമമാണ് അപകടത്തിലേക്ക് നയിച്ചത്. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ഇങ്ങനെ: 8,000 അടി നീളമുള്ളതാണ് മംഗലാപുരം വിമാനത്താവളത്തിലെ റൺവേ. 90 മീറ്റർ സുരക്ഷാ മേഖലയുണ്ട്. 2006 മുതൽ റൺവേ ഉപയോഗിക്കുന്നു. ദുരന്തം നടക്കുന്നതുവരെ 32,000 തവണ വിമാനമിറങ്ങിയതാണ്. റൺവേയിൽ കുഴപ്പങ്ങളില്ല. പൈലറ്റിന് പരിചയക്കുറവുണ്ടാകേണ്ട കാര്യവുമില്ല. കാരണം ക്യാപ്റ്റൻ സെഡ് ഗ്ലൂസിക്ക 10,200 മണിക്കൂർ വിമാനം പറത്തിയ ആളാണ്. മംഗലാപുരം അദ്ദേഹത്തിന് പരിചിതവുമാണ്. 2 വർഷത്തിനുള്ളിൽ 19 തവണയാണ് ഗ്ലൂസിക്ക മംഗലാപുരത്ത് വിമാനമിറക്കിയത്. സഹ പൈലറ്റ് HS അലുവാലിയ 3,650 മണിക്കൂർ വിമാനം പറത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 3,350 മണിക്കൂറും ബോയിങ് 737 വിമാനമായിരുന്നു. 66 തവണയാണ് അലുവാലിയ മംഗലാപുരത്ത് വിമാനമിറക്കിയിട്ടുള്ളത്. ദുരന്തത്തിന് തൊട്ടുമുൻപ്, അതായത് എയർപോർട്ടിലേക്ക് വിമാനം താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 450 അടി വരെ പിഴവില്ലാതെ എത്താൻ ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സംവിധാനം സിഗ്നൽ നൽകിയിരുന്നു. ആ സമയം വിമാനം റൺവേയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലത്തിലായിരിക്കും. 3 ഡിഗ്രി ചെരിവിൽ പറന്നിറങ്ങിക്കൊണ്ടിരുന്ന വിമാനം ആദ്യ 1000 അടിയിൽ നിലം തൊടുകയാണ് പിന്നീട് സംഭവിക്കേണ്ടിയിരുന്നത്. എന്നാൽ 7,000 അടിയും കടന്ന് റൺവേയുടെ അന്ത്യഭാഗത്ത് വിമാനം നിലം തൊട്ടു. റൺവേയിലൂടെ വിമാനത്തിന് ഓടിത്തീരാൻ 1000 അടി പോലും ശേഷിച്ചില്ല. പകച്ചുപോയ പൈലറ്റ് എഞ്ചിന് പൂർണ്ണശക്തി നൽകി വിമാനം കുതിച്ചുയർത്താൻ ശ്രമിച്ചു. അതിനിടയിൽ ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റത്തിൻ്റെ ആൻറ്റിനയിൽ തട്ടി. വിമാനത്തിൻ്റെ നിയന്ത്രണം വിട്ടു. മലഞ്ചെരിവിലേക്ക് കുത്തിയിറങ്ങി. തീ ആളിപ്പിടിച്ചു. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ച ശേഷമാണ് പൈലറ്റ് ഉറങ്ങിയെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. വിമാനം പുറപ്പെട്ട് 1.5 മണിക്കൂർ വരെ കോക്പിറ്റിൽ ഒരു ശബ്ദവുമില്ലായിരുന്നു. ഈ നേരമത്രയും പൈലറ്റ് ഉറങ്ങുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ലാൻഡിങ്ങിന് തൊട്ടുമുൻപ് ഒരിക്കൽ കൂടി ചുറ്റിക്കറങ്ങാൻ സഹ പൈലറ്റ് നിർദ്ദേശിച്ചതുപോലും ക്യാപ്റ്റൻ കേൾക്കാതിരുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള പൈലറ്റും കോ പൈലറ്റും ദുബായിലെ എയർ ട്രാഫിക് കൺട്രോളുകാരായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് ശേഷം വിമാനം നല്ലൊരു ക്രൂയിസിങ് ആൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയുള്ള 90 മിനിറ്റോളം കോക്പിറ്റിനുള്ളിൽ ശബ്ദങ്ങളൊന്നുമില്ല. അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു ശബ്ദവും ഇനി കേൾക്കുന്നില്ല. നമ്മൾ പിന്നെ കേൾക്കുന്നത് അവർ പറയുന്നത് ഹെവി ബ്രീത്തിങ്, ഇങ്ങനെയുള്ള ബ്രീത്തിങ്, പിന്നെ സ്നോറിങ്, കൂർക്കം വലി, ഈ രണ്ടുമാണ് കേൾക്കുന്നത്. അതല്ലാതെ സംഭാഷണമില്ല. ആൾക്കാർ രണ്ട് മനുഷ്യരുള്ള ഇരിക്കുന്ന സ്ഥലത്ത് സംഭാഷണം ഇല്ലാതിരിക്കുകയും കുറുക്കമ്പലി കേൾക്കുന്ന അതിൻ്റെ അർത്ഥം ഒരാൾ ഇറങ്ങിപ്പോയി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മുഖ്യ പൈലറ്റാണ് ഉറങ്ങിയത് എന്നതിന് തെളിവുകളില്ല. ഉറങ്ങിയത് സഹ പൈലറ്റുമാകാം. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദവും കൂർക്കം വലിയും കേട്ട് ആളെ തിരിച്ചറിയുന്നതെങ്ങനെ? ഒന്നുകൂടി കറങ്ങി വരൂ എന്ന സഹ പൈലറ്റിൻ്റെ നിർദ്ദേശം ഉറങ്ങി എഴുന്നേറ്റ ശേഷവുമായി കൂടെ? പൈലറ്റ് ഉറങ്ങിയെന്ന അന്വേഷണ റിപ്പോർട്ട് മാത്രം മാധ്യമങ്ങൾക്ക് എങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ടു? അപകടത്തിൻ്റെ കാരണം വ്യക്തമായി രേഖപ്പെടുത്തുക ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ്. വിമാനത്തിൻ്റെ ചലനവും വേഗവും ഓരോ നീക്കവും DFDRൽ രേഖപ്പെടുത്തും. DFDRലെ വിവരങ്ങൾ ഒരു മാധ്യമത്തിനും ചോർത്തിക്കിട്ടിയില്ല. എന്താണ് DFDRലെ വിവരങ്ങളെന്നത് ദുരൂഹമായി തുടരുന്നു. മുഖ്യ പൈലറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗം മാത്രം പുറത്തു വന്നതിന് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടോ? വിമാനത്തിൻ്റെ കുഴപ്പം കൊണ്ടും അപകടം സംഭവിച്ചുകൂടെ? വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടോ എന്ന കാര്യം എന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടില്ല? ഒരപകടം ഉണ്ടായാൽ ഉറപ്പായിട്ടും, അതായത് നമുക്ക് എത്ര അല്ലാന്ന് തോന്നിയാലും വേറൊരു കാരണം വളരെ കൃത്യമായിട്ട് മുമ്പിലുണ്ടെങ്കിൽ പോലും ഈ വിമാനത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അപകടം ഉണ്ടായെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ട് മാസങ്ങളായി. റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനും വയ്ക്കാതിരിക്കാനുമുള്ള നിയമപരമായ അവകാശം സർക്കാരിനുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങളുടെ കാര്യകാരണങ്ങൾ സർക്കാർ പൊതുജനങ്ങളെ അറിയിക്കാറില്ല.
ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അന്വേഷണം നടത്തുന്നത് കുറ്റക്കാരെ കണ്ടെത്താനല്ല, ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ്. എന്നിട്ടും ആകാശ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2011 തന്നെ അരുണാചലിൽ 2 ഹെലികോപ്റ്റർ ദുരന്തം സംഭവിച്ചു. ഒരു ദുരന്തവും നമുക്ക് പാഠമാകുന്നില്ല.